ഹായ് ഫ്രണ്ട്സ്, ബൈത്തുൽ ഗാർഡനിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ മെക്സിക്കൻ പെറ്റോണിയ പ്ലാന്റ്സിൻ്റെ പ്രൊപ്പഗേഷൻ മെത്തേഡാണ്. അപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ മനസ്സിലാകും ഞാൻ ഇവിടെ പോട്ടിമിക്സൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഇന്ന് ഈ ഒരു പ്ലാന്റ് എങ്ങനെയാണ് പെട്ടെന്ന് ഈസി ആയിട്ട്, അതായത് തുടക്കക്കാർക്കെല്ലാം ഈസി ആയിട്ട് എങ്ങനെ വളർത്തിയെടുക്കാം എന്നതാണ് ഞാൻ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ട് വാച്ച് ചെയ്യണേ. വേനൽക്കാലത്ത് നമ്മുടെ ഗാർഡൻ പൂക്കൾ കൊണ്ട് മനോഹരമാക്കുന്ന ഒരു ചെടിയാണ് മെക്സിക്കൻ പെറ്റോണിയ. ഇതിന് റിവെല്ല സിംപ്ലക്സ്, അതുപോലെ തന്നെ മെക്സിക്കൻ ഗ്ലൂബൽ എന്നെല്ലാം പേരുണ്ട്. ഗാർഡനിങ് ഇഷ്ടമുള്ളവർ എന്നും പൂക്കൾ കാണണമെങ്കിൽ ഈ മെക്സിക്കൻ പെറ്റോണിയ മാത്രം വളർത്തിയാൽ മതി. നമുക്ക് പെട്ടെന്ന് തന്നെ വളർത്തിയെടുക്കാൻ പറ്റുന്ന ഒരു ചെടിയാണ് മെക്സിക്കൻ പെറ്റോണിയ. ഇത് 3 തരത്തിലാണ് നമ്മൾ ഇതിൻ്റെ ഒരു പുതിയ തൈ ഉണ്ടാക്കിയെടുക്കുന്നത്. ഒന്നാമത്തത് നമുക്കറിയാം, ഇതിലൊരു വിത്ത് കാണാം. അപ്പോൾ സീഡ് വെച്ചിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാം. അതുപോലെ തന്നെ ഇതിൻ്റെ കമ്പ് നട്ടിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. മൂന്നാമത്തത് നമുക്കറിയാം, ഇതിൽ ഇങ്ങനെ പൊട്ടി വരും. ഇതിൻ്റെ അടിയിൽ നിന്ന് ഇങ്ങനെ ചെറിയ ചെറിയ തൈകൾ പൊട്ടി വരും. ആ തൈകൾ ഉപയോഗിച്ചിട്ട് നമുക്ക് പുതിയ തൈകൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ ഞാനിവിടെ ഇതിൻ്റെ തൈ വേറൊരു ചട്ടിയിൽ വന്നിട്ടുണ്ട്, മുളച്ചിട്ടുണ്ട്. അപ്പോൾ അതാണ് ഞാൻ ഇന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഈ ഒരു പ്ലാന്റ് നടുന്ന രീതിയാണ് കാണിക്കാൻ പോകുന്നത്. അതിൻ്റെ പിന്നാലെ ഇതിൻ്റെ ഒരു പൂക്കൾ ഉണ്ടാകാനുള്ള കുറച്ച് ടിപ്സും ഞാൻ പറയുന്നുണ്ട്. അപ്പോൾ ആദ്യം തന്നെ നമുക്കറിയാം, ഇത് ഏതൊരു മണ്ണിലും നട്ടുപിടിപ്പിക്കാൻ പറ്റുന്ന ഒരു പ്ലാന്റാണ്. ഇപ്പോൾ പുറത്തൊക്കെ അല്ലെങ്കിൽ നിലത്തൊക്കെ ഉണ്ടാകുകയാണെങ്കിൽ നമ്മൾ വളമൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ ഈ മെക്സിക്കൻ പെറ്റോണിയ നന്നായിട്ട് വളരുന്നത് നമുക്ക് കാണാം. അപ്പോൾ നമ്മൾ ചട്ടിയിലാണ് നമ്മൾ നടുന്നതെങ്കിൽ ആ ചട്ടിയിലാവുമ്പോൾ നമ്മൾ എന്തെങ്കിലും കുറച്ച് വളം ഇട്ട് കൊടുക്കണം. അപ്പോൾ ഈ ഒരു മെക്സിക്കൻ പെറ്റോണിയക്ക് നമുക്കറിയാം ഏത് വളവും, അതായത് പിന്നെ ജൈവവളം ഉപയോഗിക്കാൻ പറ്റും. അതുപോലെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ഇതിന് ഓർഗാനിക് കെമിക്കൽ വളവും കൊടുക്കാൻ പറ്റുന്നതാണ്. അതായത് നമുക്കറിയാം ചാണകപ്പൊടി, അതുപോലെ തന്നെ എല്ലുപൊടി, അതുപോലെ തന്നെ ഇങ്ങനെയുള്ള ഓർഗാനിക് വളം, അതുപോലെ തന്നെ കെമിക്കൽ വളമായ പിന്നെ 19-19 എന്നുള്ള NPK വളം നമുക്ക് ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റുന്നതാണ്. അപ്പം പൂക്കൾ ഉണ്ടാവണമെങ്കിൽ നമ്മൾ കുറച്ച് വളങ്ങളൊക്കെ കൊടുത്താലേ പൂക്കൾ ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ ഞാനിവിടെ എടുത്തു വെച്ചുള്ളത് ഒന്ന് ചാണകപ്പൊടിയാണ്. അതുപോലെ തന്നെ മണലെടുത്ത് വെച്ചിട്ടുണ്ട്, എൻ്റെ പറമ്പിലുള്ള മണ്ണ് എടുത്ത് വെച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ പിന്നെ കുറച്ച് കരിയില എടുത്ത് വെച്ചിട്ടുണ്ട്. നമുക്കിതിൽ കൂടുതൽ വളങ്ങളൊന്നും വേണ്ട. കൂടുതൽ വളങ്ങളൊന്നും കൊടുത്തിട്ടില്ലെങ്കിൽ മെക്സിക്കൻ പെറ്റോണിയ എന്ന ഈ പ്ലാന്റ് നന്നായിട്ട് വളർന്ന് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. നാട്ടിൻപുറത്തൊക്കെ നമ്മൾ കാണുന്ന നീളമുള്ള, അതായത് ഇങ്ങനെ സ്റ്റെം ഇങ്ങനെ നീണ്ടു പോകുന്ന രീതിയിലുള്ള മെക്സിക്കൻ പെറ്റോണിയും ഉണ്ട്. അപ്പോൾ ഞാനിവിടെ എടുത്ത് വെച്ചിട്ടുള്ള ഈ പൊട്ടി മിക്സൊക്കെ എല്ലാം കൂടി ഒന്ന് മിക്സ് ആക്കാൻ പോവുകയാണ്. അപ്പോൾ ഇതെല്ലാം മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതിൽ സാഫ് ഒന്നും ഉപയോഗിക്കേണ്ട ആവശ്യമില്ല കേട്ടോ. ഞാൻ എന്ത് നടുമ്പോൾ ഞാൻ സാഫ് പിന്നെ ഇടാറുണ്ട്. പക്ഷേ ഇതിൽ സാഫ് ഒന്നും നമുക്ക് അപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. കാരണം സാഫ് അപ്ലൈ ചെയ്തിട്ടില്ലെങ്കിൽ നമുക്ക് ഈ ഒരു പ്ലാന്റ് നന്നായിട്ട് വളരും കേട്ടോ. ഒരുപാട് വളമൊന്നും കൊടുക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതൊക്കെ ഒന്ന് ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഈ ഒരു കവറിൽ ഞാൻ ആദ്യം തന്നെ ഞാൻ ഇവിടെ കുറച്ച് മണ്ണിട്ട് വെച്ചതാണ്. എൻ്റെ പറമ്പിലുള്ള മണ്ണാണ് എടുത്ത് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നമുക്ക് നൈട്രജൻ കണ്ടൻറ്റുള്ള കുറച്ച് ചാണകപ്പൊടി ഞാൻ നന്നായിട്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ അത് നമുക്കിതിൽ ഈ ഒരു കുറച്ച് വീതിയുള്ള കവറ് ഞാൻ എടുക്കാൻ കാരണം, അതായത് ഗ്രോ ബാഗ് എടുക്കാൻ കാരണം, ഇതിന് ഞാൻ പറഞ്ഞില്ലേ ഈ ഒരു പ്ലാന്റിന് തൈകൾ ഇങ്ങനെ തൈകൾ പൊട്ടി വരണമെങ്കിൽ നമുക്ക് ചെറിയ ഇടുങ്ങിയ ഒരു ഗ്രോ ബാഗ് ഉണ്ടെങ്കിൽ നമുക്ക് ഇടാൻ പറ്റില്ല. ഇപ്പോൾ പോട്ടി മിക്സൊക്കെ ഞാനിങ്ങനെ ഈ ഗ്രോ ബാഗിൽ നിറച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പ്ലാന്റ് എടുക്കുക. അപ്പോൾ ഈ ഒരു ചട്ടിയിൽ, അതായത് അംബർല പ്ലാന്റ്, അതായത് സഫ്ലോറ പ്ലാന്റ്സിൻ്റെ ചട്ടിയിൽ ഇതിൻ്റെ തൈകൾ മുളച്ചിട്ടുണ്ട്. അപ്പോൾ ആ ഒരു തൈ ഞാൻ ഇവിടുന്ന് പറിച്ചെടുക്കുക. അപ്പോൾ നമുക്ക് 2 തൈ കിട്ടിയിട്ടുണ്ട് കേട്ടോ. 2 തൈ കിട്ടിയിട്ടുണ്ട് ഇതാ. അപ്പോൾ ഇതിൽ ഒന്നിൽ വേരുണ്ട്, വേരൊന്ന് പൊട്ടിപ്പോയിരിക്കുന്നു. പക്ഷേ ഇതിൻ്റെ സ്റ്റെമ്മ് കട്ട് ചെയ്തിട്ട് നമുക്ക് വെക്കാൻ പറ്റുന്നത് കൊണ്ട് ഇതെന്തായാലും മുളയ്ക്കുന്നതാണ്. ഇതാട്ടോ ഇതിലെ വിത്ത് എന്ന് പറയുന്നത്, കണ്ടില്ലേ? ഇതാണ് വിത്ത്. ഇത് വിത്ത് വീണിട്ടാണ് നമുക്കിങ്ങനെ തൈ വരുന്നത്. ഇത്
വീഴുകയും ചെയ്യും കേട്ടോ. അപ്പോൾ നമ്മൾ ഇതിൽ ഇട്ട് നട്ട് കൊടുത്താൽ മതി. അപ്പോൾ ഒന്നിവിടെ ഞാൻ നട്ട് വെച്ച്, അടുത്തത് ഈ ഒരു ഗ്രോ ബാഗിൽ അപ്പോൾ 2 തൈയും ഞാനിവിടെ നട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ 2 തൈ ഞാൻ അവിടെ നട്ട് വെച്ചിട്ടുണ്ട്. അതിൽ നമുക്ക് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കാം. നന്നായിട്ട് വെയിൽ ഇഷ്ടപ്പെടുന്നൊരു പ്ലാന്റാണ് ഈ ഒരു മെക്സിക്കൻ പെറ്റൂണിയ പ്ലാന്റ്. അപ്പോൾ പൂക്കൾ ഉണ്ടാവാനുള്ള ടിപ്സ് എന്ന് പറയുന്നത്, നമ്മൾ നല്ല വെയിലുള്ള സൂര്യപ്രകാശം നന്നായിട്ട് കിട്ടുന്ന ഒരു ഏരിയയിലാണ് നമ്മൾ ഇത് വെച്ച് കൊടുക്കേണ്ടത്. അതോടൊപ്പം തന്നെ മാസത്തിൽ ഒരിക്കൽ നമ്മളിതിന് എന്തെങ്കിലും ഓർഗാനിക്കോ അല്ലെങ്കിൽ കെമിക്കലായിട്ടുള്ള വളങ്ങൾ ഉപയോഗിക്കുക. മൂന്നാമത്തത് നമുക്കൊന്ന് ഒരു 6 മാസം കൂടുമ്പോൾ ഒന്ന് കമ്പ് നീണ്ടു വരികയാണെങ്കിൽ ഒന്ന് പ്രൂണിങ് ചെയ്ത് കൊടുക്കുക. പ്രൂണിങ് ചെയ്യുന്നത് കൊണ്ട് താഴത്തുനിന്ന് വരുന്ന പൊട്ടുന്ന ഇതിൻ്റെ അടിഭാഗത്തൂടി ഇങ്ങനെ തൈകൾ പൊട്ടി വരും. ആ തൈകളൊക്കെ നന്നായിട്ട് വളരുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു മെത്തേഡിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു ഗാർഡനിൽ ഒരു മെക്സിക്കൻ പെറ്റോണിയ പ്ലാന്റിൻ്റെ ഒരു നല്ലൊരു കളർഫുള്ളായിട്ടുള്ള ഫ്ലവറിങ് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. 3 കളേഴ്സിലാണ് ഇതിൻ്റെ ഫ്ലവർ ഉള്ളത്. ഒന്ന് വൈറ്റ്, ഒന്ന് പിങ്ക്, ഒന്ന് വയലറ്റ്. അപ്പോൾ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് വയലറ്റ് ഫ്ലവറാണ്. അപ്പോൾ ആ ഒരു ഫ്ലവർ കാണുമ്പോഴാണ് നല്ല ഭംഗിയുള്ളത്. പിങ്കും നല്ല ഭംഗിയാണ്, പക്ഷേ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം വയലറ്റാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമുക്ക് ചെയ്താൽ മതി കേട്ടോ. അപ്പോൾ തുടക്കക്കാർക്ക് ഗാർഡനിങ് ഒക്കെ ഇഷ്ടമുള്ളവർക്ക് പെട്ടെന്ന് തന്നെ നമുക്ക് വളർത്തിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു പ്ലാന്റുമാണ് ഈ ഒരു മെക്സിക്കൻ പെറ്റൂണിയ. വർഷം മുഴുവൻ നമുക്ക് പൂക്കൾ തരുന്നൊരു പ്ലാന്റാണ്. പിന്നെ ഒന്ന് പറയാനുള്ളത്, ഈ ഒരു മെക്സിക്കൻ പെറ്റൂണിയ നമുക്ക് ഒരു ദിവസത്തെ ആയുസുള്ളൂ കേട്ടോ. ഈ ഒരു പൂവിന് ഒരു ദിവസത്തെ ആയുസുള്ളൂ. അത് കൊഴിഞ്ഞ് പിന്നെ വൈകുന്നേരം ആകുമ്പോഴേക്ക്, രാവിലെ വിരിഞ്ഞ് കഴിഞ്ഞ് വൈകുന്നേരം ആകുമ്പോഴേക്ക് അത് കൊഴിഞ്ഞ് പോകുന്നത് നമുക്ക് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു രീതിയിൽ നമ്മൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഗാർഡനിൽ ഒരുപാട് പൂക്കൾ കൊണ്ട് കളർഫുള്ളാക്കുന്നത് നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ എല്ലാവർക്കും എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, അതോടൊപ്പം തന്നെ ഷെയർ ചെയ്യുക. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരുന്നവരെ എല്ലാവർക്കും ബൈ.